ദുർഗ അതെ സോറി ചേച്ചി. നീ എന്തിനാ ദുർഗ എന്നോട് സോറി പറയുന്നേ? ദുർഗ ഇല്ലായിരുന്നെങ്കിൽ ആ ചെടിച്ചട്ടി എന്റെ തലയിൽ വീണേനെ. എന്നാലും ആ ചെടിച്ചട്ടി എങ്ങനെയാ താഴെ വീണത്? കാറ്റൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പോ വല്ല പൂച്ചയോ മറ്റോ തട്ടിയിട്ടതായിരിക്കും. അതെ, നമ്മുടെ വീട്ടിലിപ്പോ ഒരുപാട് ജീവികളുണ്ടല്ലോ. ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം. അതൊന്നും വേണ്ട ദുർഗെ, ഞാനിപ്പോ ഓക്കെയാണ്. മോളെ, എന്നാലും ഒന്ന് ഡോക്ടറെ കാണുന്നത് തന്നെ നല്ലത്. ചേച്ചിക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിക്കാം. അതൊന്നും വേണ്ട പൃഥ്വി, എനിക്കിപ്പൊ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. എന്നാലും ചേച്ചി, ദുർഗ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെയാ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അമ്മേ, അവളുടെ ഒരു അഭിനയം കണ്ടില്ലേ? പൂർണിമേച്ചി അങ്ങ് സ്നേഹിച്ച് കൊല്ലുവാണല്ലോ. അവൾക്ക് മാത്രമല്ല, എനിക്കും അറിയാം അഭിനയിക്കാൻ. നീ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ആരുടെ കണ്ണ് കിട്ടിയതാണെന്ന് അറിയില്ല. പാവം, പൂർണിമയ്ക്ക് ഓരോ കഷ്ടകാലങ്ങളാണല്ലോ ഭഗവാനെ. അത് ശരിയാ. കഴിഞ്ഞ ദിവസം ആരൊക്കെയോ കൂടി വീട്ടിൽ കയറി ഉപദ്രവിക്കാൻ നോക്കി. ഇപ്പതേ ഇങ്ങനെ ഓരോന്ന് സംഭവിക്കും. ഈശ്വരാനുഗ്രഹവും കാരണവന്മാരുടെ പുണ്യം കൊണ്ട് ആപത്തൊന്നും പറ്റിയില്ല. ഭാഗ്യം. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ദൃഷ്ടി ഒഴിഞ്ഞിടണം. ആദ്യം പൂർണിമയ്ക്ക് തന്നെ ചെയ്യാം. ഒന്നും വേണ്ട ചെറിയമ്മ, ഞാൻ ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങിയതാ ഇപ്പൊ. അത്യാവശ്യമായിട്ട് എനിക്ക് ഓഫീസിലെത്തണം. അയ്യോ, ഇവരിപ്പോ ഓഫീസിൽ പോയി ശരിയാവില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മേ, പൂർണിമേച്ചി ഇന്ന് ഓഫീസിൽ പോകാൻ പാടില്ല. എങ്ങനെയെങ്കിലും തടയണം. എന്തിന്? പതുക്കെ, അതൊക്കെ ഉണ്ട്. അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. എന്റെ അക്ഷി, എന്തിനാ നീ എല്ലാത്തിനും എന്നെ പിടിച്ചിടുന്നേ? എന്താ അമ്മ, പ്ലീസ്, എനിക്ക് വേണ്ടിയല്ലേ, ഒന്ന് പറയാം. ശരി ശരി, ഞാൻ ശ്രമിക്കാം. ദുർഗ മതി, ഇനി ഞാനൊന്ന് ഓഫീസിലേക്ക് ഇറങ്ങട്ടെ. അത് വേണോ മോളെ? ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ പോയാ പോരെ? ഇല്ലില്ല, അത് പോരെ ചെറിയച്ച. ആ മിനിസ്റ്ററെ പറ്റിയുള്ള എല്ലാ പ്രൂഫും ഇന്ന് തന്നെ ടെലികാസ്റ്റ് ചെയ്യണം. അതിന് ഞാൻ പോയേ മതിയാവും.